Hello everybody, welcome to a new video session of Dots Academy. Dots Academyയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന വേർഡ്സ് ആണ്. ആ വേർഡ്സ്, അതിൻ്റെ മീനിങ്, അതുപോലെ അതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടുത്തിരിക്കുന്ന എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഗെയിം ഇതാണ് അതിൻ്റെ ഹെഡിങ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് സംതിങ് അബൌട്ട് സാനിറ്റേഷനെ സംബന്ധിച്ചുള്ളതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സാനിറ്റേഷൻ, അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ ആദ്യം പറയുന്നത് സാനിറ്റേഷൻ എന്നുള്ള വേർഡാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സാനിറ്റേഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സാനിറ്റേഷൻ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്ത് അല്ലെങ്കിൽ ഹൈജീൻ എന്നുള്ള കോൺസെപ്റ്റാണ് സാനിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലെൻലിനെസ്, അതാണ് സാനിറ്റേഷൻ. മസ്റ്റ് ബി ഓവർകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറികടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓവർകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ മറികടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ നേരെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിളിലേക്ക് പോകാം. ഫോർ ദി 8th year running, the center has announced the സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ്. സോ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് ആനുവൽ എക്സസൈസ് ഓഫ് അവാർഡിംഗ് സിറ്റീസ്, ടൗൺസ് ആൻഡ് സ്റ്റേറ്റ്സ് വിച്ച് ഹാവ് പെർഫോംഡ് ഇംപ്രസീവ്ലി ഓൺ വേരിയസ് പാരാമീറ്റേഴ്സ് ഓഫ് പബ്ലിക് സാനിറ്റേഷൻ. എന്താണ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സർട്ടൻ ഗൈഡ് ലൈൻസ് ആണ്. ആ ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിലാണ് ഓരോ സിറ്റിക്കും അതേപോലെ ടൗണിനും ഓരോ സ്റ്റേറ്റിനും അവാർഡ് കൊടുക്കുന്നത്. In an exercise that has now become predictable, the city of Indore in Madhya Pradesh has been adjudged India's cleanest city for the 7th year in a row. അതായത് adjudged എന്ന് പറയുന്ന വേർഡ് ജഡ്ജ് ചെയ്യുക, ടു ബി ജഡ്ജ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ് adjudged നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ബി ജഡ്ജ്ഡ്. സോ ഇത് 7ാമത്തെ തവണയാണ് ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന സിറ്റി ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കണ്ടിന്യൂവസ്ലി ഓരോ എല്ലാ വർഷവും ഏഴ് തവണയായിട്ട് ഇൻ റോ ആണത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ ഓൺലി ചേഞ്ച് ഇസ് ദാറ്റ് ദിസ് ഇയർ ഇറ്റ് ഹാസ് ടു ഷെയർ ഓണേഴ്സ് വിത്ത് സൂറത്ത്, ഗുജറാത്ത്. Last year, Surat came second, which is not surprising as it usually occupied the higher echelons of the ranking ladder in earlier editions. സോ ഇതിൽ പറയുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കൂട്ടത്തിൽ സൂറത്തും കൂടി വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻഡോർ കൂടാതെ സൂറത്തും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൂറത്ത് നേരത്തെ ഇതുപോലെ ഹയർ ഏഷ്യലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഹയർ റാങ്ക്, നേരത്തെ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഹയർ റാങ്ക് അല്ലെങ്കിൽ ഹയർ ലെവൽ. സോ ഏഷ്യലോൺസ് മീൻസ് എന്താണ്? ഏഷ്യലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ലെവൽ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ റാങ്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഏഷ്യലോൺ ഉദ്ദേശിക്കുന്നത്. ഓഫ് ദി റാങ്കിങ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ലാഡർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ലാഡർ എന്ന് പറയുന്നത് റാങ്കിങ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പടികളിൽ ഏറ്റവും മുൻപന്തി തന്നെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റാങ്കിങ് ലാഡർ എടുത്തു കഴിഞ്ഞാൽ, സ്റ്റെപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എന്നുള്ള അർത്ഥത്തിൽ. സോ അതാണ് ഇവിടെ ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭോപ്പാൽ, ഇൻഡോർ, സൂറത്ത് ആൻഡ് വിശാഖപട്ടണം ഹാവ് എൻട്രൻച്ച്ഡ് ദംസെൽസ് ഓവർ ദ ഇയേഴ്സ്. എൻട്രൻച്ച്ഡ് ദംസെൽസ് എന്നാണ് പറയുന്നത്. എൻട്രൻച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി എസ്റ്റാബ്ലിഷ്. വർഷങ്ങളായിട്ട് അവർ സ്ട്രോങ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അവരാണ് ക്ലീനസ്റ്റ് സിറ്റീസ് എന്നുള്ളത്. സോ ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നമുക്കത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. സ്ട്രോങ്ലി ഓർ ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള അർത്ഥത്തിൽ. സോ വെരി ഡിഫിക്കൾട്ട് ടു ചേഞ്ച്, മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദർ ഇസ് എ സർട്ടൻ വൊളറ്റൈലിറ്റി ബിയോണ്ട് ദി ടോപ്പ് 10. Ahmedabad, Chandigarh and Gwalior, for instance, are volatile cities, but the top cities are consistent. All of this is suggestive of a degree of stagnation. ഇനി അടുത്ത പറയുന്നത് കുറച്ച് സിറ്റീസിനെ കുറിച്ചാണ്. ഈ സിറ്റീസ് എന്ന് പറയുന്നത് എൻട്രൻച്ച്ഡ് അല്ല, പകരം വൊളറ്റൈൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വൊളറ്റൈൽ എന്ന് പറയുന്നത്? സെർട്ടൻ വൊളറ്റൈലിറ്റി എന്നും, വൊളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് മാറുക എന്നുള്ള അർത്ഥത്തിലാണ്. സഡൻ ചേഞ്ച്. വൊളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ചേഞ്ചാണ്. ആൻഡ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരു മാറ്റം. സോ അഹമ്മദാബാദും അതേപോലെ തന്നെ ചണ്ഡീഗഡും ഗ്വാളിയറും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ
ഈ പറയുന്ന ടോപ്പ് സിറ്റീസ് ഒരിക്കലും മാറാറില്ല. അവർ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂവസ് ആയിട്ട് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വോളറ്റൈൽ ഓർക്കുക, സംതിങ് ഈസ് വോളറ്റൈൽ, ദാറ്റ് മീൻസ് അത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ അതിനില്ല. അതാണ് വോളറ്റൈലിറ്റി ഓർ വോളറ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് ദർ ഇസ് എ ഡിഗ്രി ഓഫ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്നൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചേഞ്ച് ഇല്ല, നോ ചേഞ്ച്, ഒരു പ്രോഗ്രസ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. സോ 7 വർഷമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കണ്ടിന്യൂവസ് ആയിട്ട് ഒരേ സിറ്റീസ് തന്നെ കിട്ടുവാണെങ്കിൽ ഒരു പ്രോഗ്രസ്സോ ഒരു ചേഞ്ചോ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ നോ ചേഞ്ച് നോ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിക്ലൈൻ ഉണ്ടെന്നാണ് അർത്ഥം. കീഴോട്ട് പോവുകയാണ്, താഴോട്ട് പോവുകയാണ്. അതാണ് സ്റ്റാഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംതിങ് ഇസ് സ്റ്റാഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാം. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അനദർ quirk of the survey is that it creates multiple subcategories so that many more cities have a chance at top scoring in some category or the other. സോ അനദർ quirk of the survey എന്നാണ് പറഞ്ഞത്. quirk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? quirk എന്ന് പറയുന്നത് സംതിങ് അൺയൂഷ്വൽ, വളരെ അൺയൂഷ്വൽ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ എന്താണ് സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം. ആൻഡ് ബൈ ചാൻസ് ആണ്, ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ നമുക്ക് കേൾക്കുന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് തോന്നുന്നത്. ഒരുപാട് കാറ്റഗറീസ് അതിനകത്തുണ്ട്, സബ് കാറ്റഗറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സിറ്റീസിന് എന്താണ് ടോപ്പ് സ്കോറിംഗ് കാറ്റഗറിയിലേക്ക് എത്താൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Thus, while it is meaningful to create subcategories based on population, some classifications stretch credulity എന്നാണ് പറയുന്നത്. സോ മീനിങ് ആണ് ക്രിയേറ്റ് സബ് കാറ്റഗറീസ് ഒക്കെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സബ് കാറ്റഗറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മീനിങ് ആണെന്ന് തോന്നും. പക്ഷേ ചില ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ക്രെഡ്യൂലിറ്റിയാണ്. ക്രെഡ്യൂലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലിങ്നെസ് ടു ബിലീവ്. പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, അതായത് ശരിയാണ് എന്നുള്ളത്. ശരിയായിരിക്കും അല്ലയോ എന്നൊന്നും വലിയ ധാരണയില്ല, പക്ഷേ എന്നാലും അത് റിയൽ ആണ്, അത് ട്രൂ ആണ് എന്ന് വിശ്വസിക്കാനുള്ള നമ്മൾ പെട്ടെന്ന് വില്ലിങ് ആവുകയാണ്. ഓക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് എഡിറ്റർ പറയുന്നത് എന്താണ്, എഡിറ്റോറിയൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ചില ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്ക് വിശ്വസിക്കുന്നതിനൊരു പരിധിയില്ലേ എന്നാണ് പറയുന്നത്. സ്ട്രെച്ച് ക്രെഡിബിലിറ്റി എന്നാണ് പറയുന്നത്. ഒരുപാട് നമ്മളങ്ങ് വിശ്വസിച്ച് പോകേണ്ട അവസ്ഥ വരികയാണ്. അപ്പം നമുക്ക് ചിലത് അവിശ്വസനീയമാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മോ ഇൻ മധ്യപ്രദേശ് ഹാസ് ബീൻ അവാർഡഡ് ആസ് എ ക്ലീനസ്റ്റ് കന്റോൺമെൻറ്റ് ടൗൺ. അതേപോലെ വാരണസി ആൻഡ് പ്രയാഗ്രാജ് ആർ പ്രൗഡ് വിന്നേഴ്സ് ഓഫ് ദി ക്ലീനസ്റ്റ് ഗംഗാ ടൗൺ. ആൻഡ് ചണ്ഡീഗഡ് ഇസ് ദ ക്ലീനസ്റ്റ് ബെസ്റ്റ് സഫായി മിത്ര സുരക്ഷിത് ഷെഹർ. Other than obvious criticism of parochialism, why, for instance, cannot there be the cleanest Kaveri or Narmada town? So, editorially, ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, മോ ഇൻ മധ്യപ്രദേശ് ക്ലീനസ്റ്റ് കന്റോൺമെൻ്റ് ആണ്. വാരാണസിക്കും പ്രയാഗ്രാജിനും വേറെന്തോ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചണ്ഡീഗഡിന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അതർ ദാൻ ദി ഒബ്വിയസ് ക്രിറ്റിസിസം ഓഫ് parochialism എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലിയർ. സോ ബേസിക്കലി ഒരു ക്ലിയർ ക്രിറ്റിസിസം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നത്. ക്ലിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട്, ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ളത്. സോ വെരി ക്ലിയർ എന്നുള്ള അർത്ഥത്തിൽ, ഈസിലി അണ്ടർസ്റ്റുഡ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നത് ക്രിറ്റിസിസം, കുറ്റം എന്നുള്ളത് എന്താണ്? ദി ക്രിറ്റിസിസം ഓഫ് parochialism എന്നാണ് പറയുന്നത്. parochialism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടുങ്ങിയ ചിന്താഗതി, വളരെ ലോക്കലായിട്ട് ചിന്തിക്കുക, ചെറിയ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് parochialism കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീങ് വെരി നാരോ മൈൻഡഡ്. സോ ചെറിയ ചിന്താഗതികൾ മാത്രം, അതാണ് parochialism. സോ അതാണ് ഈ ഒരു റാങ്കിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ട് ആണ് ഈ കാറ്റഗറൈസ് ചെയ്തത്. അതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിന് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഇതാണ്: എന്തുകൊണ്ട്, വൈ ഫോർ ഇൻസ്റ്റൻസ് കനോട്ട് ദെയർ ബി ദ ക്ലീനസ്റ്റ് കാവേരി ഓർ നർമ്മദ ടൗൺ? എന്തുകൊണ്ട് ക്ലീനസ്റ്റ് കാവേരി ടൗണെന്നോ ക്ലീനസ്റ്റ് നർമ്മദ ടൗണെന്നോ ഒരു ടൗൺ ഇല്ലാത്തത്? എന്തുകൊണ്ട് ക്ലീനസ്റ്റ് ഗംഗാ ടൗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് എൻഡ്സ് അപ്പ് ഫോക്കസിങ് ടു മച്ച് അറ്റൻഷൻ ഓൺ ദ ടോപ്പ്. സോ ടോപ്പിലുള്ള ചില സ്റ്റേറ്റ്സിലും അല്ലെങ്കിൽ ചില സിറ്റീസിലും മാത്രമായിട്ട് ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ദി അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ, അണ്ടർലൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ബേസിക് ഓർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന ഉദ്ദേശത്തിൽ
The underlying principle of several ranking schemes put in place by the center is to motivate sections. So the underlying principle, the basic principle of several ranking schemes. So ഇത് മാത്രമല്ല പല റാങ്കിങ് സ്കീംസിൻ്റെയും ഉദ്ദേശം പുട്ട് ഇൻ പ്ലേസ് അതെന്തിനാണ് ആ പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. ടു ബി പുട്ട് ഇൻ പ്ലേസ് മീൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ള അർത്ഥത്തിൽ. In that particular position, put in place by the central government is to motivate sections. ആരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനാണ്? സിറ്റീസ്, വില്ലേജസ് ആൻഡ് സ്കൂൾസ്. To pull themselves up on their own mettle. To pull themselves up on their mettle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. On one's own mettle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to do their best. അപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. എന്തിനാണ്? സോ ദാറ്റ് ദേ ബ്രിങ് ദിയർ ബെസ്റ്റ്. അവർ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ നന്നായിട്ട് അവരുടെ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് to put somebody on one's own mettle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത്. അതാണ് സെൻറ്റർ ഉദ്ദേശിക്കുന്നത്. While this works well for sporting contests, public sanitation is not something that is a result of a town or city actively choosing to be lazy or industrious in improving themselves. So ഇനി അദ്ദേഹം പറയുന്നത് while this works well for sporting contests, സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഗെയിംസ് ആൻഡ് സ്പോർട്സിലൊക്കെ ഇങ്ങനെയുള്ള കണ്ടസ്റ്റിലൊക്കെ ഇതുപോലെ കാറ്റഗറീസും സബ് കാറ്റഗറീസും ഒക്കെ വരുമ്പം അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഒരു തരത്തിലുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. പബ്ലിക് സാനിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പബ്ലിക് സാനിറ്റേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ടൗൺ ഓർ സിറ്റി ലേസി ആയതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയസ് ആയതോ ആകണം ഇല്ല. അതായിരിക്കണം, അതായിരിക്കില്ല അതിൻ്റെ കാരണം. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാർഡ് വർക്കിംഗ്. സ്ഥിരമായി നമുക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹാർഡ് വർക്കിംഗ്. ചില സിറ്റീസ് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ചില സിറ്റീസ് ലേസി ആയതും അതൊന്നും ആയിരിക്കില്ല റീസൺ. ഒരു സിറ്റി പബ്ലിക്ലി ക്ലീൻ ആവാനും അല്ലെങ്കിൽ അത് ഹൈലി സാനിറ്റൈസ്ഡ് ആവാനുള്ള റീസൺ അതൊന്നും ആയിരിക്കില്ല. അതിനേക്കാളുപരി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. എന്താണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിയർ ഹിസ്റ്ററി, ഇക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് പ്രോക്സിമിറ്റി ടു പവർ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഏരിയ ക്ലീൻ ആണോ അല്ലെങ്കിൽ ഹൈജീനിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ആയിരിക്കും. അതിൻ്റെ ഇക്കണോമിക് കണ്ടീഷൻസ് ആയിരിക്കും. എത്രക്ക് ചിലവാക്കാൻ പറ്റും ഒരു സിറ്റി ക്ലീൻ ആക്കാൻ എന്നുള്ളത്. പിന്നെ പ്രോക്സിമിറ്റി ടു പവർ ആയിരിക്കാം. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയർനെസ്, ക്ലോസ്നെസ്. എത്ര അടുത്താണ്, പവറുമായിട്ട് എത്ര അടുത്താണ്, അതായത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുമായിട്ട് എത്ര അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് പ്രോക്സിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ, നിയർനെസ് അല്ലെങ്കിൽ ക്ലോസ്നെസ് എന്നുള്ള അർത്ഥത്തിൽ. ദാറ്റ് എ ഫ്യൂ സിറ്റീസ് ആർ പെർപെച്വലി അറ്റ് ദി ടോപ്പ്. പെർപെച്വലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവലി, സ്ഥിരമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പെർപെച്വലി അറ്റ് ദി ടോപ്പ്. ചില സിറ്റീസ് ടോപ്പിലാണ്. പെർപെച്വലി അറ്റ് ദി ടോപ്പ് മീൻസ് ദർ ഈസ് ലെസ് അറ്റൻഷൻ പെയ്ഡ് ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ എ ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സാനിറ്റേഷൻ. ഹിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക്, ഒബ്സ്ട്രക്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്ലോക്ക്, ജനറൽ ഇംപ്രൂവ്മെൻറ്റ് സാനിറ്റേഷനിൽ ഈ പറയുന്ന സിറ്റീസ് അല്ലാതെ മറ്റ് സിറ്റീസ് എന്തുകൊണ്ട് കയറി വരുന്നില്ല എങ്കിൽ അവിടെ ജനറൽ ഇംപ്രൂവ്മെൻറ്റ്, ജനറൽ സാനിറ്റേഷനിലെ ഇംപ്രൂവ്മെൻറ്റിൽ എന്തോ കുറവുണ്ട് എന്നാണ് എഡിറ്റോറിയൽ ഇദ്ദേഹം പറയുന്നത്. One way to make future editions of the survey work as a useful barometer of progress is to acknowledge that consistent toppers have already put in place a well-oiled system and having done so retire them from future rankings for a few years. So ഇദ്ദേഹം പറയുന്നത് ഒരു റിട്ടയർമെൻറ്റ് സ്കീമാണ്. അതായത് ഇപ്പോൾ ഉള്ള ടോപ്പേഴ്സ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പർ ആയിട്ടുള്ളവർ റിട്ടയർ ചെയ്യുക. കാരണം അവർ ഇനിയും അടുത്ത കൊല്ലം വരുമ്പോഴും അവർ തന്നെയായിരിക്കും ടോപ്പർ ആയിരിക്കുന്നത്. അപ്പോൾ അവർ ടോപ്പർ ആയിരിക്കുന്നിടത്തോളം കാലം അവർ ടോപ്പർ ആയിരിക്കും. ഓൾറെഡി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ടോപ്പർ ആയിരിക്കുന്ന ഒരാൾ ഇനി വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകും. അപ്പം അവർ ഫ്യൂച്ചർ റാങ്കിങ്ങിൽ നിന്ന് റിട്ടയർ ആയിട്ട് വേറെ പല സ്റ്റേറ്റ്സും വരട്ടെ, അവർ കോമ്പീറ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. സോ ഇതിൽ നമുക്ക് വേർഡ്സ് നമുക്ക് നോക്കാം. യൂസ്ഫുൾ ബാരോമീറ്റർ. ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഒരു യൂസ്ഫുൾ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഗ്രസ്, വളർച്ചയുണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺസിസ്റ്റൻറ്റ് ടോപ്പേഴ്സിനെ എന്താണ് റിട്ടയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റ് ചില വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പുട്ട് ഇൻ പ്ലേസ് മീൻസ് ഇൻ പൊസിഷൻ. ഇൻ പൊസിഷൻ, പുട്ട് ഇൻ പ്ലേസ് മീൻസ് ഇൻ പൊസിഷൻ. ഹാവ് ഓൾറെഡി പുട്ട് ഇൻ പ്ലേസ്, ഹാവ് ഓൾറെഡി, ആർ ഓൾറെഡി ഇൻ
പൊസിഷൻ എന്നുള്ള അർത്ഥത്തിൽ. എ വെൽ ഓയിൽഡ് സിസ്റ്റം, അതായത് ടോപ്പേഴ്സ് എല്ലാം തന്നെ പുട്ട് ഇൻ പ്ലേസ് എ വെൽ ഓയിൽഡ് സിസ്റ്റം. വെൽ ഓയിൽഡ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് എന്നുള്ള അർത്ഥത്തിൽ, ഇഫക്റ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് വെൽ ഓയിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽ ഓയിൽഡ് മീൻസ് ഇഫക്റ്റീവ് സിസ്റ്റം. സോ അവർ ഫ്യൂച്ചർ റാങ്കിങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്യട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ പറയുന്നത്. നമുക്ക് അടുത്ത ലൈനിൽ നോക്കാം. അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? ദിസ് വിൽ ത്രോ ഫോക്കസ് ആൻഡ് ഹൈലൈറ്റ് ചാലഞ്ചസ് ദാറ്റ് സ്റ്റൈമി അതർ സിറ്റീസ്. സോ സ്റ്റൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ചെയ്യുക. അതായത് മറ്റൊരാൾ അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയോ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയോ, അതിനെയാണ് നമ്മൾ സ്റ്റൈമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം മറ്റൊരു സിറ്റി, ഇപ്പം ഈ ഓൾറെഡി നല്ല റാങ്കിങ്ങിൽ വന്ന സിറ്റീസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ മറ്റൊരു സിറ്റിക്ക് കയറി വരാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ വരുന്ന ഒരു 10 സിറ്റീസ് എത്രയുണ്ടോ ആ സിറ്റീസ് എപ്പോഴും പുതിയൊരു സിറ്റി വരുന്നതിൽ നിന്ന്, പുതിയൊരു സിറ്റി സാനിറ്റൈസേഷനിലുള്ള പുതിയൊരു സിറ്റി പുതിയൊരു റാങ്കിങ്ങിലേക്ക് വരുന്നതിൽ എപ്പോഴും അത് ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ സ്റ്റൈമി മീൻസ് ടു ബ്ലോക്ക്. ഫോർ സിവിക് സാനിറ്റേഷൻ ടു റിമെയിൻ എ സസ്റ്റൈനബിൾ മൂവ്മെൻറ്റ്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ എന്നുള്ള അർത്ഥത്തിലാണ്. സസ്റ്റൈനബിൾ മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ദി ഗവൺമെൻറ് ഇൻ്റർവീൻസ്. ഗവൺമെൻറ് ഹാസ് ടു ഇൻ്റർവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻവോൾവ് ആവണം. ടു ഗെറ്റ് ഇൻവോൾവ്ഡ്, ഗവൺമെൻറ് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യണം, കുറച്ചും കൂടി പുതിയ ഐഡിയാസ് കൊണ്ടുവരണം. ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം ബീയിങ് എ നമ്പേഴ്സ് ഗെയിം. ഇത് വെറും നമ്പേഴ്സിൻ്റെ ഗെയിം ആവരുത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള നമ്പേഴ്സിൻ്റെ ഗെയിം അല്ല. പകരം ഓവറോൾ സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മറ്റ് സിറ്റീസും കൂടി, ഈ കാണുന്ന എല്ലാ വർഷവും വരുന്ന സിറ്റീസ് കൂടാതെ മറ്റ് സിറ്റീസും കൂടി ഈ പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുള്ളൂ. എങ്കിൽ മാത്രമേ, ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ജനറൽ സാനിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ സാനിറ്റേഷന് ഒരു ജനറൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ പറഞ്ഞു നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മീനിങ്ങും എന്താണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം നമുക്ക് ഈ എഡിറ്റോറിയൽ കണ്ട വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വേർഡ് സാനിറ്റേഷൻ. ഹെൽപ്ഫുൾ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് അഥവാ ലിമിറ്റ് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് അഡ്ജഡ്ജ്ഡ്. അഡ്ജഡ്ജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ജഡ്ജ്ഡ് എന്നുള്ള അർത്ഥത്തിൽ. എഷിലോൺസ്. എഷിലോൺസ് എന്ന് പറയുന്നത് ലെവൽ അല്ലെങ്കിൽ റാങ്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വേർഡ് എന്താണ്? ലാഡർ. ലാഡർ എന്ന് പറയുന്നത് റാങ്കിങ് ആണ്. നമ്മൾ ഏണി എന്ന് പറഞ്ഞു, എന്നാലും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റാങ്കിങ് എന്നുള്ള അർത്ഥത്തിലാണ് ലാഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വേർഡ് എന്താണ്? എൻട്രെഞ്ച്ഡ് ആണ്. എൻട്രെഞ്ച്ഡ് എന്ന് പറയുന്നത് സംതിങ് ഫേംലി ഓർ സ്ട്രോങ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആൻഡ് ദെയർഫോർ ഡിഫിക്കൾട്ട് ടു ചേഞ്ച് എന്നാണ്. മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. വൊളറ്റൈൽ സിറ്റുവേഷൻ. വൊളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത്, ചേഞ്ച് സഡൻലി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ള അർത്ഥത്തിൽ. ദ നെക്സ്റ്റ് വേർഡ് ഇസ് സ്റ്റാഗ്നേഷൻ. ദാറ്റ് ഇസ് സ്റ്റോപ്പ് ചേഞ്ചിങ് ഓർ പ്രോഗ്രസ്സിങ്. അടുത്തത് ക്വർക്ക്. ക്വർക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് അൺയൂഷ്വൽ ഓർ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഹാപ്പൻസ് ബൈ ചാൻസ്. ദെൻ നെക്സ്റ്റ് വേർഡ് എന്താണ്? ക്രെഡുലിറ്റി. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ക്രെഡ്യൂലിറ്റി എന്നുള്ളതാണ്. ക്രെഡ്യൂലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിംഗ് ടു ബിലീവ് ദാറ്റ് സംതിങ് ഈസ് റിയൽ ഓർ ട്രൂ, അതാണ് ക്രെഡ്യൂലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വെരി ക്ലിയർ എന്നുള്ളതാണ് ഒബ്വിയസ്. നെക്സ്റ്റ് വേർഡ് ഈസ് പെറോക്കിയലിസം. പെറോക്കിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീങ് വെരി നാരോ മൈൻഡഡ്, ഇടുങ്ങിയ ചിന്താഗതി എന്നുള്ളതാണ് പെറോക്കിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട്സ് ദ നെക്സ്റ്റ് വേർഡ്? അടുത്ത വേർഡ് എന്താണ്? ഓൺ ദെയർ ഓൺ മെറ്റൽ. ഓൺ ദെയർ ഓൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു ദെയർ ബെസ്റ്റ്, വൺസ് ഓൺ ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അടുത്തത് സ്പോർട്ടിംഗ് കോൺടെസ്റ്റ് എന്ന് നമ്മൾ കണ്ടു. അതെന്താണ്? സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള അർത്ഥത്തിലാണ് സ്പോർട്ടിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിംഗ്. നെക്സ്റ്റ് വേർഡ് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി മീൻസ് വാട്ട്? വെരി നിയർ, ബീങ് വെരി നിയർ അല്ലെങ്കിൽ വളരെ അടുത്ത്, ക്ലോസ്. നെക്സ്റ്റ് വേർഡ് ഈസ് പെർപെച്വാലിറ്റി. പെർപെച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂവലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ പെർപെച്വാലിറ്റി.
The next word is hinder. Hinder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Obstruct എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Barometer. Barometer is an indicator. Barometer. To put in place എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള സ്ഥലത്ത് എവിടെയാണ് put in its usual or correct position, ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ തന്നെ തിരിച്ചു വെക്കുക എന്നുള്ള അർത്ഥത്തിൽ. And the next word is well oiled. Something is well oiled എന്ന് പറഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും, ഈസി ആയിട്ട് വർക്ക് ചെയ്യും. So working easily or effectively. Stymie something or somebody എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ചെയ്യുക or to prevent someone from achieving a goal. Next word is intervene. Intervene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you get involved. അപ്പോൾ ഇത്രയുമാണ് ഇത്രയും വേർഡ്സ് ആണ് ഈ എഡിറ്റോറിയൽ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു സെഷനുമായിട്ട് അടുത്ത ഒരു ദിവസം നമുക്ക് കാണാം. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്